ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ട് വമ്പൻ നേട്ടങ്ങൾക്ക് പിന്നാലെയാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ 5ാം തലമുറ പോരാളികൾക്ക് ലോക്ക്ഹീഡ് സഹകരണം നൽകും എന്ന വിവരം പുറത്തുവരികയാണ്. അഡ്വാൻസ് ടെക്നോളജി എക്സ്ചേഞ്ചിലേക്കുള്ള പുതിയ പാതയെപ്പറ്റി ലോക്ക്ഹീഡ് മാർട്ടിന്റെ ഗ്ലോബൽ പർസ്യൂട്ട് വൈസ് പ്രസിഡന്റ് റാൻഡി ഹോവാർഡ് വ്യക്തമായി പറയുന്നുണ്ട്. ഈ സഹകരണം ഇന്ത്യൻ ഗവേഷണ വ്യാവസായിക അക്കാദമിക് മേഖലകളുമായുള്ള ഇടപെടലുകളെ സമ്പുഷ്ടമാക്കുന്നതിന് സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ലോകമെമ്പാടുമുള്ള താല്പര്യങ്ങളുള്ള ഒരു അമേരിക്കൻ ബഹിരാകാശ പ്രതിരോധ നിർമ്മാതാവാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ. 95 മാർച്ചിൽ ലോക്ക്ഹീഡ് കോർപ്പറേഷൻ മാർട്ടിൻ മാരിയറ്റുമായി ലയിച്ചാണ് ഇത് രൂപീകരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ലോക്ക്ഹീഡ് മാർട്ടിനുമായുള്ള യാത്ര ഇന്ത്യൻ വ്യവസായത്തിന് തീർച്ചയായും വിലമതിക്കാനാകാത്തതാണ്. പ്രത്യേകിച്ചും സഹകരണം 5ാം തലമുറ പോരാളികളുടെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ AMCA അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനായുള്ള വിജ്ഞാന കൈമാറ്റവും സാങ്കേതിക വിദ്യ പങ്കിടലും അതിന്റെ പുരോഗതി ത്വരിതപ്പെടുത്തും. ഇത് സാങ്കേതിക വിദ്യയിൽ സമാനതകളില്ലാത്ത ഒരു നൂതന യുദ്ധവിമാനം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ദേശീയ സംരംഭമാണ് ഇന്ത്യൻ AMCA അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹകരണത്തോടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് പരിപാടി നയിക്കുന്നത്. സ്റ്റെൽത്ത് കഴിവുകളുള്ള ഒരു ആധുനിക മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റിനുള്ള IAFന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് AMCA രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെൽത്ത് ഫീച്ചറുകളുള്ള ഒരു ഇരട്ട എഞ്ചിൻ, എല്ലാ കാലാവസ്ഥയിലും പൊരുത്തപ്പെടുന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ വികസനമാണ് AMCA പ്രോഗ്രാം വിഭാവനം ചെയ്തത്. വിമാനത്തിന് നൂതനമായ ഏവിയോണിക്സ്, സൂപ്പർ ക്രൂയിസ് ശേഷി, ആഫ്റ്റർ ബേണറുകൾ ഉപയോഗിക്കാതെ സൂപ്പർസോണിക് ഫ്ലൈറ്റ് നിലനിർത്താനുള്ള കഴിവ്, സംയോജിത ആയുധ സംവിധാനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനും അതിജീവനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് നൂതന സാമഗ്രികളും സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്താനും പ്രോഗ്രാം പദ്ധതിയിടുന്നു. AMCA പ്രോഗ്രാമിന് കീഴിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ AMCA MK1, MK2 എന്നിവയാണ്. MK1 2800 കിലോമീറ്റർ റേഞ്ചുള്ള 25 ടൺ വിമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം MK2 3200 കിലോമീറ്റർ റേഞ്ചുള്ള വലുതും കൂടുതൽ നൂതനവുമായ പതിപ്പായിരിക്കും. രണ്ട് പതിപ്പുകളിലും ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷികളും അവതരിപ്പിക്കും. MK1 2030ലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോഗ്രാമിന്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം AMCAയുടെ പ്രാഥമിക ഡിസൈൻ ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. വിശദമായ ഡിസൈൻ ഘട്ടം നിലവിൽ നടക്കുകയാണ്. എയ്റോ ഇന്ത്യ 2019 ആദ്യത്തെ ഫുൾ സ്കെയിൽ മോഡൽ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ഇത് പ്രോഗ്രാമിലെ കാര്യമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ വ്യക്തമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. AMCAയുടെ ആദ്യ വിമാനം 2025 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. MK1 പതിപ്പിന്റെ നിർമ്മാണം 2030ഓടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വിപുലമായ MK2 2035ഓടെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന വ്യവസായത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയാം. ഈ വർഷം ആദ്യം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചിരുന്നു. സാങ്കേതികമായി പുരോഗമിച്ച ഈ സംരംഭത്തിന്റെ ഏകദേശ ചിലവ് $1.8 ബില്യൺ ആണ്. ഈ നിർണായക തന്ത്രപരമായ നീക്കം രാജ്യത്തെ മുൻനിര വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ പ്രോട്ടോടൈപ്പ് എയർക്രാഫ്റ്റ് സൃഷ്ടിക്കാൻ ചുമതലപ്പെടുത്തി എന്നതും എടുത്തു പറയണം. ഈ നിർണായക തീരുമാനം സ്വന്തം AMCA 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. റഷ്യയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുമ്പോൾ സൈനിക ആയുധതന്ത്രത്തിലെ മാറ്റത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. 2010 സുഖോയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ചേർന്ന് PAKFA എന്നറിയപ്പെട്ടിരുന്ന Su-57 വേണ്ടി ഒരു സംയുക്ത സംരംഭം ആരംഭിച്ച സമയത്തിലേക്കുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നോക്കേണ്ടതുണ്ട്. 8 മുതൽ 10 ബില്യൺ ഡോളറിന്റെ മൂല്യമുള്ള ഈ സംരംഭത്തിൽ റഷ്യ 25% ഓഹരി വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും ഈ സഹകരണം 2018 പെട്ടെന്ന് അവസാനിച്ചു. പ്രത്യേകിച്ച് റഡാർ കഴിവുകൾ, സ്റ്റെൽത്ത് സവിശേഷതകൾ, ഓൺബോർഡ് ഉപകരണങ്ങൾ എന്നിവയിൽ 5ാം തലമുറ നിലവാരം പുലർത്തുന്നതിൽ വിമാനത്തിന്റെ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ പിൻവലിഞ്ഞത്. അടുത്തിടെ 2021 റഷ്യ ഏറ്റവും പുതിയ സൃഷ്ടിയായ Su-75 ചെക്ക്മേറ്റ് അനാച്ഛാദനം ചെയ്തുകൊണ്ട് വീണ്ടും ശ്രമം നടത്തി. എന്നാൽ ഇന്ത്യ താൽപര്യം കാണിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. ലോക്ക്ഹീഡ് മാർട്ടിനിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത ബഹുമുഖ യുദ്ധവിമാനമാണ് F-21. ഇത് F-16ന്റെ ഒരു വകഭേദമാണ്. ഇന്ത്യൻ എയർഫോഴ്സിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. പക്ഷേ ഇത് റഷ്യൻ യാൻസ് M ക്ലാസ് അന്തർവാഹിനികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. F-21 യുദ്ധവിമാനത്തിന് ഏകദേശം 49.3 അടി നീളവും 16.7 അടി ഉയരവുമുണ്ട്. ഏകദേശം 48,000 പൗണ്ടാണ് ഇതിന് പരമാവധി ടേക്ക് ഓഫ് ഭാരം.
32,500 വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ ജനറൽ ഇലക്ട്രിക് F110GE132 ടർബോ ഫൻ എഞ്ചിനാണ് വിമാനത്തിന് കരുത്തു പകരുന്നത്. F-21ന്റെ ഏവിയോണിക്സ് അത്യാധുനികമാണ്. മികച്ച ടാർഗറ്റ് കണ്ടെത്തലും ട്രാക്കിംഗ് പ്രദാനം ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് APG-83 ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാർ വിമാനത്തിലുണ്ട്. ഉയർന്ന റെസല്യൂഷൻ സെന്റർ പെഡസ്റ്റൽ ഡിസ്പ്ലേ, പൈലറ്റിന്റെ സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്ന ആധുനികവൽക്കരിച്ച കോക്പിറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഇന്ത്യയുടെ സൈനിക ബഹിരാകാശ വ്യവസായത്തെ സമാനതകളില്ലാത്ത തലങ്ങളിലേക്ക് ഉയർത്തുന്നതിനുള്ള വൈദഗ്ധ്യവും ഉൾക്കാഴ്ചകളും വിതരണം ചെയ്യുന്നതാണ് ഈ പങ്കാളിത്തം എന്നത് ഉറപ്പാണ്.